മത്സ്യകൃഷിക്കായി വല കെട്ടിമറച്ച ഇരുമുപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം കാവാലം ചിറക്കുളം പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടു. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നടപടി. പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയോടെ വലകൊണ്ട് ചുറ്റും കെട്ടിയടച്ച് മത്സ്യകൃഷി നടത്തുന്നതിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയിലാണ് കുളത്തിലെ മത്സ്യകൃഷി അവസാനിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഉത്തരവിട്ടത്. 500 രൂപ പ്രതിവർഷ പാട്ടത്തിനാണ് 4 ഏക്കർ വരുന്ന കാവാലഞ്ചിറ കുളം സംരംഭക ഗ്രൂപ്പിന് മത്സ്യകൃഷിക്ക് നൽകിയത്. ഇതോടെ കുളം വല ഉപയോഗിച്ച് ചുറ്റിനും പൊതിഞ്ഞു കെട്ടുകയായിരുന്നു. സഹസ്ര സരോവരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് കാവാലംചിറ പുനർനിർമ്മാണം നടത്തിയത്. പരിസരവാസികൾക്ക് കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ള പദ്ധതിക്കായും പ്രാദേശിക മത്സ്യബന്ധനത്തിനുമായാണ് കുളം പുനർനിർമ്മാണം നടത്തിയത്. എന്നാൽ മത്സ്യം വളർത്തലിന് കുളം വിട്ടു നൽകിയതോടെ പ്രദേശവാസികൾക്ക് കുളത്തിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടുവെന്ന് പരാതിപ്പെട്ടാണ് നാട്ടുകാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നത്. ഒരു കുളക്കടവ് തുറന്നെങ്കിലും ഇവിടെ എണ്ണ, സോപ്പ് എന്നിവ ഉപയോഗിച്ച് കുളിക്കാൻ പാടില്ലെന്ന നിബന്ധനയും വെച്ചതായി നാട്ടുകാർ പരാതിപ്പെട്ടു. പലതവണ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പരാതിയെ തുടർന്ന് ജില്ലാ തദ്ദേശ ഭരണവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 7 ദിവസത്തിനുള്ളിൽ കുളം പൂർവ്വസ്ഥിതിയിലാക്കാനാണ് ഉത്തരവ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് നാട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് കുളം മത്സ്യകൃഷിക്ക് പാട്ടത്തിന് നൽകിയത്. വല ഉപയോഗിച്ച് കുളം അടച്ചു കെട്ടിയതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു.